ഹായ്! എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഹൗ ടു ഡിസൈൻ യുവർ മോഡുലർ കിച്ചൺ യുവർ സെൽഫ് എന്നുള്ളതിനെ കുറിച്ച് പല പാർട്സ് ആയിട്ട് ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളിൽ പലരും സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരും ഉണ്ട്. ചില ആൾക്കാർ ഇല്ല ഇല്ല ഞാൻ ഒരു ഡിസൈനറിൻ്റെ അടുത്ത് തന്നെ കൊടുത്ത് ഞാൻ ചെയ്യാമെന്ന് തീരുമാനം എടുത്തവരുമുണ്ട്. പക്ഷേ ഈ രണ്ട് കൂട്ടർക്കും ഞാൻ ഇടുന്ന ഈ വീഡിയോസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്താണെന്നറിയോ? ഈവൻ ഇഫ് യു ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ സംബഡി എൽസ് ടു ഡു യുവർ കിച്ചൺ, എൻ്റെ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് എടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളൊരു ഡിസൈനറിനെ കാണാൻ പോയാലോ, നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും എന്താണ് ആവശ്യമുള്ളത്, എങ്ങനെയാണ് അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ കിച്ചൺ ഫ്ലോറിംഗ്, ലൈറ്റിംഗ് ആൻഡ് ഫാൾ സീലിംഗിനെ കുറിച്ചായിരിക്കും വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. പക്ഷെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സുനിത, ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. ഇൻറ്റീരിയർ ഡിസൈൻ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ എന്തെല്ലാം സംശയങ്ങളുണ്ടോ, എൻ്റെ ആഗ്രഹം എന്താണെന്നറിയാം, നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതിൻ്റെ ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാനിങ്ങനെ പല വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. I've been thinking about myself today, thinking how I changed, how I really don't care. ഇപ്പൊ നമ്മളൊരു വീട് പണിന്ന് എടുക്കുന്ന സമയത്ത് ഒരു മേജർ ഡിസിഷൻ എന്നുള്ളത് ഫ്ലോറിംഗ് എന്തിടും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ ലിവിങ്, ഡൈനിങ് അതിനെക്കുറിച്ചുള്ള ഫ്ലോറിങ്ങിനെയൊക്കെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കിച്ചണിന് എന്ത് ഫ്ലോറിംഗ് ഇടും എന്നുള്ളതിനെ കുറിച്ചും ആദ്യമേ ഡിസൈഡ് ചെയ്ത് വെക്കണം. കിച്ചൺ ഫ്ലോറിംഗ് എന്തായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ടൈപ്പ് കിച്ചണാണ്, നിങ്ങൾ എന്ത് കളറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, ആൻഡ് എന്ത് സ്റ്റൈലായിരിക്കും, എന്താണ് നിങ്ങളുടെ ഓവറോൾ വീട്ടിൻ്റെ തീം, ഇതെല്ലാ ഡിസിഷൻസും മേജറായിട്ട് നമ്മൾ എടുത്തതിന് ശേഷമേ ഫ്ലോറിങ് ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, പക്ഷെ ഇപ്പം ഒരു അപ്പാർട്ട്മെന്റ് ആണെങ്കിലോ ഓൾറെഡി റെഡി ടു മൂവ് ഇൻ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർ കൺസ്ട്രക്ഷൻ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഓബ്വിയസ്ലി നമുക്ക് കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്താം. വേണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ഫ്ലോറിംഗ് അല്ലെങ്കിൽ ഓവറോൾ ഫ്ലോറിംഗ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കാനും പറ്റും അല്ലേ, ആ ഒരു കൺസ്ട്രക്ഷൻ ഫേസിൽ. എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എങ്ങനെ കിച്ചൺ ഫ്ലോറിംഗ് ഡിസൈഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും, കിച്ചൺ ഫ്ലോറിംഗ് എനിക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. മെയിനായിട്ട് ഞാൻ എപ്പോഴും എംഫസൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കണം. അത് ഏതാണെങ്കിലും ശരി കേട്ടോ. രണ്ടാമത്തേന്ന് വെച്ചാൽ നമ്മുടെ തീമുമായിട്ട് അത് എന്തുമാത്രം മേർജ് ചെയ്യുന്നു പോകുന്നു, എന്ത് സ്റ്റൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്. പിന്നെ ഇത് റെസ്റ്റ് ഓഫ് ദ വീടുമായിട്ട്, അതായത് ബാക്കിയുള്ള ആംബിയൻസുമായിട്ട് സീംലെസ് ആയിട്ട് ഒരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കും. പിന്നെ ഞാൻ കണ്ടമാനം ഡാർക്ക് ഷെയ്ഡ്സ് കൊടുക്കത്തില്ല, ബിക്കോസ് കിച്ചൻ്റെ വെളിച്ചം ഓബ്വിയസ്ലി കുറച്ച് കുറയാനുള്ള ചാൻസ് ഉണ്ട്, ബിക്കോസ് റിഫ്ലക്റ്റ് ചെയ്യത്തില്ലല്ലോ ഡാർക്ക് സർഫസസിൽ, അത് കാരണം. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടമാനം ഗ്രൂവ്സ് അല്ലെങ്കിൽ പാറ്റേൺസ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് എന്നുള്ള ഇതിൽ ഒത്തിരി ഇങ്ങനെ റഫ് ഫിനിഷ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇടുകയാണെങ്കിൽ ഫ്ലോറിംഗ് ആയിട്ട് നമുക്കപ്പോൾ അത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും തുടച്ചെടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. സോ ഐ വുഡ് ട്രൈ ആൻഡ് അവോയ്ഡ് അങ്ങനത്തെ റഫ് ടെക്സ്ചേഴ്സ്. കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം മെറ്റീരിയൽസ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ലെറ്റ് മീ ടെൽ യു, ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാനൈറ്റ് തന്നെയാണ്. സോ ഗ്രാനൈറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ അത് സ്ലിപ്പൊന്നും അത്ര പെട്ടെന്ന് ആകത്തില്ല കേട്ടോ. അത് നമ്മൾ പലരും വിചാരിക്കുന്നത് അയ്യോ പെട്ടെന്ന് സ്കിഡായി പോയാലോ സ്ലിപ്പായാലോ എന്ന് പലരും വിചാരിക്കാറുണ്ട്. അങ്ങനെയൊന്നും പെട്ടെന്ന് ആവത്തില്ല. പിന്നെ ഏത് ഫ്ലോറിലാണെങ്കിലും വെള്ളമോ എണ്ണയൊക്കെ വീണ് കിടന്നാൽ സ്ലിപ്പാകും. അതിപ്പോൾ ഗ്രാനൈറ്റ് മാത്രം അല്ലെങ്കിൽ മാർബിൾ മാത്രമല്ല കേട്ടോ, എല്ലാത്തിലും ആ ഒരു ഡേഞ്ചർ നമുക്കുണ്ട്. പിന്നെ ഗ്രാനൈറ്റ് വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഗ്രാനൈറ്റ് ഇപ്പം നമ്മൾ വളരെ കണ്ടംപററി ആയിട്ടുള്ളൊരു വീട്ടിൽ ഗ്രാനൈറ്റ് നമുക്ക് ഇടുവാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഓൾഡ് ഫാഷൻഡ് അല്ലെങ്കിൽ ഓൾഡ് ഒരു മോഡലായി മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ലൈറ്റ് ഷെയ്ഡ്സിലെ ഗ്രാനൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ മോയ്സ്ചർ, ഓയിൽ സ്റ്റെയിൻസ് അതെല്ലാം പോയി അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് അതിനൊരു മങ്ങിയ ഒരു ഡൾ കളർ തന്നെ ഫോം ചെയ്യാൻ നാളെ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഒരു മിറർ ഫിനിഷ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ കിച്ചൺ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ റെനോവേറ്റ് ചെയ്തതാണ് ഒരു 3 ഇയേഴ്സ് മുന്നേന്ന്. അതിന് മുമ്പേ ഒരു ലൈറ്റർ ഷെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരുന്നത്. അത് മൊത്തവും കളറായി, അവിടെ ഇവിടെ ഇങ്ങനെ പാച്ചസ് പോലെയൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ കംപ്ലീറ്റ് ഫ്ലോറിങ് തന്നെ മാറ്റിയത് കേട്ടോ. എന്നിട്ടും നിങ്ങൾക്ക് ഗ്രാനൈറ്റ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും ലേ ചെയ്തോളൂ ലൈറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ്. ആൻഡ് അതിൽ ഒരു മെറ്റീരിയൽ കിട്ടുന്നുണ്ട്, ഒരു കെമിക്കൽ കോട്ടിങ് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 3 to 4 ഇയേഴ്സ് അങ്ങനെ നമ്മളത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു തിൻ ട്രാൻസ്പെറൻറ്റ് ഒരു കെമിക്കലാണ്. അതിൻ്റെ ടോക്സിസിറ്റി ലെവലൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാനത് കൗണ്ടർ ടോപ്സിൽ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പം കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്.
അതുകൂടാണ്ട് മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് വിട്രിഫൈഡ്. ഇപ്പോൾ വിട്രിഫൈഡിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ബിക്കോസ് പണ്ടാണെങ്കിൽ വിട്രിഫൈഡ് ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ഇങ്ങനെ വരത്തില്ലായിരുന്നു. പക്ഷെ വിട്രിഫൈഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരുപാട് ചോയ്സ് ആണ്, ഒരുപാട് സൈസസിൽ അവൈലബിൾ ആണ്. യു ഗെറ്റ് നോർമൽ ഗ്ലോസി ഫിനിഷ്, മാറ്റ് ഫിനിഷ് അവൈലബിൾ ആണ്. അതുകൂടാതെ മെറ്റാലിക് ഫിനിഷ്, റഫായിട്ടുള്ള സ്റ്റോൺ ഫിനിഷ് അല്ലേ, പിന്നെ ഹാൻഡ് മെയ്ഡ് വിട്രിഫൈഡ് ടൈൽ അവൈലബിൾ ആണ്. ഇത് വളരെ ട്രെൻഡി ആയിട്ടുള്ള കിച്ചൺസിൽ ഞാൻ ഡയറക്റ്റ്ലി വുഡൻ ഫ്ലോറിങ്ങിനേക്കാളും ഞാൻ പറയും വുഡൻ ടൈൽ, അതായത് വുഡ് പോലെ ഇരിക്കുന്ന വിട്രിഫൈഡ് ടൈൽ ഇടുവാണെങ്കിൽ കാണാൻ അതിൻ്റെ ടെക്സ്ചറൊക്കെ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അത് വുഡാണോ അല്ലെങ്കിൽ അതൊരു ടൈലാണോ എന്നുള്ളത്. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇപ്പം അവൈലബിൾ ആണ്. ആൻഡ് സൈസസും 2x2 ഫീറ്റിൻ്റെത്, 3x3, 4x4, 4x2 ഇങ്ങനെ പല സൈസസ് ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ലാമിനേറ്റഡ് ഫ്ലോറിങ്, അതായത് വുഡ് പോലെ ഇരിക്കുന്ന പക്ഷെ എഞ്ചിനീയർഡ് വുഡാണ്, അങ്ങനത്തെ പ്രോഡക്ട്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് മൊത്തം ഡിസൈൻ പ്രോസസ് ഇൻക്ലൂഡിങ് ദ ഫ്ലോറിങ് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്ത് ഡിസൈഡ് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ, ഇത് ഈ ഫ്ലോറിങ്ങിൻ്റെ അടി കൂടെ ഈ ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈൻസ് ഇതൊക്കെ പോകുന്നുണ്ട് അല്ലേ. അതായത് എല്ലാം നമുക്ക് മതിലിൽ കൂടെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഐലൻഡ് കിച്ചണിൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉള്ള ഒരു കിച്ചൺ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഐലൻഡ് കിച്ചണിൽ ഒരു സിങ്കോ അല്ലെങ്കിൽ ഒരു അടുപ്പ് സ്റ്റൗ പ്ലേസ് ചെയ്യണമായിരിക്കും. അപ്പോൾ അതിന് ആ സ്റ്റൗ ഇൻബിൽറ്റ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പോയിന്റ് വേണം. സിങ്കാണ് വെക്കുന്നതെങ്കിൽ അണ്ടർ സിങ്ക് വാട്ടർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് വേണം. പിന്നെ ഇപ്പോൾ അഥവാ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ അവിടെ അതിൻ്റെ അടിയിൽ വെക്കണം, അല്ലെങ്കിൽ സിലിണ്ടർ വെളിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കോപ്പർ പൈപ്പിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലോറിൻ്റെ അടി കൂടെ തന്നെ നല്ല ഹെവി ഗേജ് ആയിട്ടുള്ള കോപ്പർ പൈപ്പിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഫ്ലോറിങ് ഇട്ടിട്ടാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞ കിച്ചൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ ഇതൊക്കെ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്തിട്ട് വേണം ഫ്ലോറിങ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ടൈൽസ് എപ്പോഴും കുറച്ച് എക്സ്ട്രാ മേടിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം എവിടെയെങ്കിലും. സോ അത് നാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ചെറിയ ഡാമേജ് വന്നു, അത് റെക്ടിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ടൈല് പിന്നെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി എപ്പോഴും കുറച്ച് ടൈൽസ് മേടിച്ച് മാറ്റി വെച്ചേക്കാം. അടുത്തത് ലൈറ്റിംഗ് കേട്ടോ. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാം, മെയിനായിട്ട് നടുക്കൊരു പോയിന്റ് ഉണ്ടാവും ലൈറ്റിങ്ങിന്, അത് കഴിഞ്ഞ് വാൾസിലെല്ലാം ഓരോരോ പോയിന്റ് ഉണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ചിമ്മിയുടെ അവിടെയൊക്കെ കാണും, പിന്നെ മിക്സി, ഗ്രൈൻഡർ അതൊക്കെ ഉപയോഗിക്കാനുള്ള പ്ലഗ് പോയിന്റ്സ് ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കോൺഡ്യൂട്ട്സ് എല്ലാം കൊടുത്ത് ഫിനിഷ് ആയിരിക്കും. പക്ഷെ അത്രയും ലൈറ്റിങ് കൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പം നമ്മൾ കിച്ചണിൽ ശരിക്കും പറഞ്ഞാൽ ലൈറ്റിംഗ് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു എലിമെൻ്റ് ആയിട്ടേ ഞാൻ വിചാരിക്കുള്ളൂ. അത് ഞാൻ മാത്രമല്ല, ഒരു നല്ലൊരു കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹമുള്ള ആരായാലും ലൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കും. അതിൻ്റെ അർത്ഥം ഭയങ്കര ഷോറൂം പോലെ ഓവർലി ലിറ്റ് ആയിട്ടുള്ള ഒരു കിച്ചൺ വേണം എന്നല്ല കേട്ടോ. അതിന് പല പല ലേയേഴ്സ് ആയിട്ട് ലൈറ്റിംഗ് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ആദ്യം ഒരു മെയിൻ ലൈറ്റ് വേണം. മെയിൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ എണ്ണമല്ല, കിച്ചൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ ലൈറ്റ്സ് കൊടുക്കാം നിങ്ങൾക്ക്. അതിൻ്റെ വാട്ടേജ് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ട് ഒരൊറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് ഫസ്റ്റ് മെയിൻ ലൈറ്റ് ഓൺ ആയിരിക്കണം, അങ്ങനെ. സോ അപ്പോൾ മൊത്തം കിച്ചൺ നമുക്ക് ഓവറോൾ കാണാൻ പറ്റണം. അത് കൂടാതെ ഒരു സെക്കൻഡറി ലൈറ്റ് കൊടുക്കുക. അതെന്തിനാണ് സെക്കൻഡറി ലൈറ്റ്? ഈക്വൽ ആയിട്ട് ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ലെയർ ആയിട്ട് സെക്കൻഡറി ലൈറ്റിംഗ് കൊടുക്കുന്നത്. അതുകൂടാതെ ഞാൻ പറയും, ഞാൻ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ്സിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ. അണ്ടർ ക്യാബിനറ്റ്സ് എന്നാൽ നമ്മുടെ ഒരു വാളിലെ ക്യാബിനറ്റ്സ് ഇല്ലേ, അതിൻ്റെ കീഴിൽ ഒരു പെൽമെറ്റ് പോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ലൈറ്റിംഗ് കൊടുക്കണം. അത് നിങ്ങൾക്ക് അത് എന്തെങ്കിലും രീതിയിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യത്തില്ല. ബിക്കോസ് നമ്മൾ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെളിച്ചം തലയുടെ സൈഡിൽ നിന്നല്ലേ അടിക്കുന്നത്, മേളിൽ നിന്നല്ലേ വെളിച്ചം വരുന്നത്. അപ്പം നമ്മുടെ ഷാഡോ ആയിരിക്കും കൗണ്ടറിൽ വീഴുന്നത്. അപ്പം നമ്മുടെ ഷാഡോ കൗണ്ടറിൽ വീഴുന്നത് നമുക്കപ്പം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അണ്ടർ ക്യാബിനറ്റ്സിൽ നേരിട്ട് കൗണ്ടറിലോട്ട് ലൈറ്റിംഗ് വരുവാണെങ്കിൽ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് നമ്മുടെ പണി തീർക്കാൻ പറ്റും. ആൻഡ് ഇറ്റ്സ് എ പ്ലഷർ ടു ഹാവ് ദാറ്റ്. ഇന്റേണലിയും നമുക്ക് ലൈറ്റ്സ് കൊടുക്കാം, അതായത് ക്യാബിനറ്റിന്റെ ഉള്ളിലും നമുക്ക് വേണമെങ്കിൽ ലൈറ്റ്സ് കൊടുക്കാം, ആൻഡ് ഡ്രോവേഴ്സ് തുറക്കുമ്പോഴും നമുക്ക് ലൈറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും നമുക്ക് സെൻസേഴ്സ് ഉള്ള ലൈറ്റ്സ് കൊടുക്കണം. അല്ലാതെ എല്ലാ തവണയും നമുക്ക് പോയി സ്വിച്ച് ഓൺ ചെയ്ത് ഓഫ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സെൻസേഴ്സ് ഉള്ള ലൈറ്റ് കൊടുക്കണമെങ്കിൽ ഗ്ലാസ് ഷട്ടേഴ്സിൽ പറ്റത്തില്ല കേട്ടോ. അത് നോർമൽ കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള ഷട്ടേഴ്സിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ മോഷൻ സെൻസർ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഫോൾസ് സീലിംഗ്. ഫോൾസ് സീലിംഗ് ഐ കാണ്ട് എംഫസൈസ് അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. 200+ കിച്ചൺസ് ഞാൻ ഡിസൈൻ ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷനും തീർത്തത് കൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്,
ഫോൾ സീലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഫോൾ സീലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ലൈറ്റിങ്ങും ഭയങ്കര ജാസി ആയിട്ട് അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ഗ്രൂപ്പ്സ് എല്ലാം കൊടുത്താൽ ഇൻസെക്ട്സ് ഒക്കെ അതിൻ്റെ അകത്തോട്ട് പോയി ഇരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ കഴിവതും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ഫിനിഷ് ഫോൾ സീലിംഗ് ആണ്. എൻ്റെ കിച്ചൺ ഞാൻ പുതുക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിലൊരു കോട്ടേജ് സ്റ്റൈല് വരുത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു വുഡിൻ്റെ എലിമെൻറ്റ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ പല ക്ലയൻസും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫോൾ സീലിംഗ് വേണോ കിച്ചണിന്. ചിലരാണെങ്കിൽ എനിക്ക് ഫോൾ സീലിംഗ് വേണമെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് എന്തിനാണ്? അപ്പം ഈ ലൈറ്റിങ് കറക്റ്റായിട്ടുള്ള പല സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനായിട്ട് അതിൻ്റെ വയേഴ്സൊക്കെ ഹൈഡ് ചെയ്യാനായിട്ട് ഫോൾ സീലിംഗ് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ചിമ്മിക്ക് എപ്പോഴും ഒരു ഡക്റ്റ് പോകുമല്ലോ. പല വീടുകളിലും നിങ്ങൾ കാണാം കിച്ചൻ്റെ ക്യാബിനറ്റിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റീൽ ഫിനിഷിൽ പൈപ്പ് പോലെ ഇങ്ങനെ പോകുന്ന കാണാം. എനിക്കത് പുറത്ത് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഫോൾ സീലിംഗ് കൊടുത്താൽ അതും നമുക്ക് കവർ ചെയ്യാം. എൻ്റെ വീട്ടിലും ഞാൻ അതിൽ കൂടെ നിന്നാണ് അത് കവർ ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് എന്തെങ്കിലും സീലിംഗിൽ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഏറ്റവും ഇറക്കം മേളിൽ എന്തെങ്കിലും ഒരു സ്ലാബ് പോലെ ഇട്ടിട്ട് അത് ഇച്ചിരി ഒന്ന് താന്ന് വന്നിരിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരിക്കാം ചില വീടുകളിൽ, അതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് മുഴച്ച് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം കവർ ചെയ്യാനും ഫോൾ സീലിംഗിനെ കൊണ്ട് സാധിക്കും. പിന്നെ ഐലൻഡ് കിച്ചൺ ഉണ്ട് നിങ്ങളുടെ വീട്ടിലെങ്കിൽ ഐലൻഡിൽ നമ്മൾ ഹാങ്ങിങ് ലൈറ്റ്സ് ഇടാനായിട്ടും അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും ഹാങ്ങിങ് ലൈറ്റ്സ് അങ്ങനത്തെ കാര്യത്തിനൊക്കെയും ഫോൾ സീലിംഗ് കാരണം സഹായമാവും. മാത്രമല്ല കേട്ടോ, ഇപ്പോൾ കിച്ചൺ കണ്ടമാനം ഹൈറ്റ് ആയിട്ടുള്ള ചില വീടുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ കിച്ചൺ 10 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു, 10-10.5 അടി ഉണ്ടായിരുന്നു. എനിക്ക് 9 അടിയുടെ കിച്ചൺ മതിയായിരുന്നു. അപ്പം ഞാൻ ആ ഫോൾ സീലിംഗ് കൊടുത്തത് കാരണം അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് കൊടുക്കാൻ പറ്റി. സോ അതിനും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി വളരെ സിമ്പിളായിട്ട് സട്ടിലായിട്ട് ഫ്ലാറ്റ് ഫിനിഷിൽ തന്നെ കൊടുത്തോളൂ. അപ്പം ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിന് ഫർദർ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മോർ പീപ്പിൾ. കൂടുതൽ ആൾക്കാർ അത് കാരണം ബെനിഫിറ്റ് ചെയ്യണം. അത് എനിക്ക് ഒരു മോട്ടിവേഷനാണ് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ അത് മറക്കാതെ കാണണം. ടിൽ ദെൻ ബൈ.